ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു 4 മണി പലഹാരം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പാക്കറ്റിൽ നിന്ന് വാങ്ങുന്ന റാഗിപ്പൊടി. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കിയെടുക്കുക. ഇതിലേക്ക് ഞാൻ ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇത് നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുന്നത് പോലെ കൈകൊണ്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുക. കണ്ടോ, നന്നായി നനച്ചു കൊടുത്തു. പക്ഷെ ഇതിൽ കുറേശ്ശെ കട്ടകളുണ്ട്. അപ്പം നമുക്ക് ഈ കട്ടകളൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാവ് മാറ്റുകയാണ്. ഇനി നന്നായിട്ട് കൈകൊണ്ട് ഞാൻ കട്ടകൾ ഉടച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ചെയ്താലും മതി. ഇപ്പം കണ്ടോ, നല്ല നൈസ് പൗഡർ കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഇനി ഒരു സ്റ്റീമറിലേക്ക് മാറ്റുകയാണ്. അപ്പം ഞാൻ അടിയിൽ ഒരു തുണി വിരിച്ചിട്ടാണ് സ്റ്റീമറിലേക്ക് മാറ്റുന്നത്. അപ്പം ഞാൻ എല്ലാ മാവും സ്റ്റീമറിലേക്ക് ഇട്ടു. ഇനി ഞാനിതൊരു 20 തൊട്ട് 25 മിനിറ്റ് വരെ ഞാൻ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കി. മാവൊക്കെ നന്നായിട്ട് സ്റ്റീം വന്നിട്ടുണ്ട്. ഈ മാവ് റെഡിയാണോ നോക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കൈകളിലേക്ക് എടുത്ത് ഒന്ന് ഉരുട്ടി നോക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് റെഡിയാണ്. ഇനി ഇത് ഇതിൽ നിന്ന് മാറ്റിയെടുക്കുക. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ മൂത്ത് വന്നാൽ ഞാനിവിടെ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ പിന്നെ ഒരു 3/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 10 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു പിടി കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഓപ്ഷനിലാണ്. ഇത് സ്കിപ്പ് ചെയ്യുന്നവർക്ക് ചെയ്യാം. ഞാനിവിടെ 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയും മല്ലിയിലയും ഒരുപാട് ഇട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഈ മസാലയിൽ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. നേരത്തെ സ്റ്റീം ചെയ്ത മാവിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ മസാലയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ എല്ലാ മസാലയും മാവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് ഉരുളകളാക്കി എടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഉരുട്ടിയെടുക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഇനി ഞാനിതൊരു ഇഡ്ഡലി തട്ടിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ ഞാൻ എല്ലാ മാവും ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ മാവിലെ വെള്ളത്തിൻ്റെ അംശം കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് മാവ് നന്നായി കുഴച്ച് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ കണ്ടോ, ഞാൻ എല്ലാതും ഇഡ്ഡലി തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ഒരുപാട് ടൈമൊന്നും വേണ്ട. ഓൾറെഡി നമ്മുടെ മാവും മസാലയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മതി. കണ്ടോ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെയുള്ള എൻ്റെ പുത്തൻ വിഭവമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും